എനിക്ക് ഫാമിലി നല്ല പക്കായിട്ടുള്ള ഫാമിലി ആയിട്ട് നൈസ് ആയിട്ട് എടുക്കുന്ന പക്ക എൻ്റർടൈനറാണ്. ക്ലൈമാക്സ് ഒന്നും ഒരു രക്ഷയില്ല, നൈസ് എല്ലാം കൊണ്ട് സെറ്റ് പടം. ബ്രോ ഷറഫുദ്ദീൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് എല്ലാവരും ഒന്നിനൊന്ന് വെച്ചു. ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ ഉള്ള ഒരു പുള്ളിയുടെ ഒരു എനർജിയും കാര്യങ്ങളും എല്ലാം പക്ക ഒന്നിനൊന്ന് എൻ്റെ തുടക്കം തൊട്ട് അവസാനം അടിപൊളിയായിരുന്നു എല്ലാം. ബ്രോ പടം സൂപ്പർ. ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വിനായകൻ്റെ കൂടെ. ഞാൻ എങ്ങനെയാണ് മൊത്തത്തിൽ ഒരു എക്സ്പീരിയൻസ്? ക്ലൈമാക്സ് സൂപ്പർ അല്ലേ? കണ്ടോ പടം കണ്ടോ? കിട്ടാ പടം കണ്ടായിരുന്നു. കൊള്ളാം. ചില പടം കണ്ടായിരുന്നു. നന്നായിരുന്നു. ചില പടം കണ്ട നിങ്ങൾ സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്ത് ചില പടം അടിപൊളി നല്ല മൂവിയായിരുന്നു. ഫാമിലിക്ക് കൊള്ളാം. ഫൺ ഫിൽ നല്ല പടം. അടിപൊളി. നല്ല പടം. ഭയങ്കര രസമുണ്ട്. ഫൺ റൈഡാണ് പരിപാടി. ക്ലൈമാക്സ് ഒക്കെ എല്ലാം ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് തുടങ്ങിയ വിഷ്വലി ആണെങ്കിലും ഒക്കെ ഒരു റൈഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഭയങ്കര ഐ ക്യാൻഡി ആയിട്ടുള്ളൊരു പടമാണ്. പിന്നെ ക്ലൈമാക്സും ഭയങ്കര പൊളിയായിട്ട് തിയേറ്ററിലൊക്കെ ഭയങ്കര കൈയടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി, സന്തോഷം. ഷർഫുക്കായിട്ട് ഇപ്പൊ ഞങ്ങളൊരു പരിപാടിയൊക്കെ കഴിച്ചതിൽ വന്നുള്ളൂ. ഭയങ്കര സന്തോഷമുണ്ട്. ഷർഫുക്കയുടെ എന്താ പറയാ, വൺ മാൻ ഷോ ആണ് മൊത്തത്തിൽ പരിപാടി. പുള്ളി വിജയനാഥൻ ചേട്ടനൊക്കെ എല്ലാവരും, വിനായകൻ ചേട്ടൻ, പിന്നെ ശ്യാം ഭയങ്കര രസമുണ്ട്. ഞങ്ങൾക്ക് പ്രേമിൽ കഴിഞ്ഞപ്പോൾ അവനെ ഇങ്ങനൊരു പരിപാടി കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. വിനായകൻ ചേട്ടൻ, എല്ലാവരും, എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര കാരിക്കേച്ചർ സ്വഭാവമുള്ള, നമുക്ക് ആടും CID മൂസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര വർക്കാവും എന്നുറപ്പുള്ള ഫാമിലിയൊക്കെ ഉറപ്പായിട്ട് ഏറ്റെടുക്കും എന്നുള്ളൊരു പടമായിട്ട് തോന്നി. നമ്മുടെ അഭിനയസുന്ദര നായക്കാണ് എഡിറ്റർ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിയ ഭയങ്കര അടിപൊളിയാണ് പരിപാടി. മൊത്തത്തിൽ മ്യൂസിക്കലിയും ഒക്കെ ഭയങ്കര ഓണായിട്ടാണ് നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണ പടം. ഓണാണ്, ഭയങ്കര ഓണാണ് പടം. താങ്ക് യു. പടം കണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ടായിരുന്നു, അടിപൊളി. കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. ഫാമിലി കാണാൻ പറ്റും, ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. പടം കണ്ടായിരുന്നു. നല്ല മൂവിയാണ്, ഫാമിലിക്കൊക്കെ വർക്ക് ആവുന്നുള്ളൂ. കോമഡി കാര്യങ്ങളൊക്കെ പടം നല്ല പടമാണ്. നല്ലൊരു ഫാമിലി കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ഫാമിലിക്ക് പറ്റിയ പടമാണ്. ഭയങ്കര എൻ്റർടൈൻമെൻ്റാണ്. ഹ്യൂമറൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറേ അധികം ഗംഭീര സീൻസുകളൊക്കെ ഉണ്ട് സിനിമയിൽ. വർക്കാവുന്ന തന്നെയാണ്. കാരണം പടം നോക്കുവാണെങ്കിൽ മലയാള സിനിമയിലെ പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാവരും ഒരുമിച്ച് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസമാണ്. ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടമായി. മീൻസ് ഒരു ഫാമിലി ഹ്യൂമർ പടമാണ്. അങ്ങനെയുള്ള ഓഡിയൻസ് വന്ന് പടത്തിനെ ഗ്രിപ്പ് ചെയ്യണം. പടം നോർമലി ഒരു പുതിയ പരിപാടിയാണ്. നല്ല ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിക്കാം. പെർഫോമൻസ് വൈസ് ഏറ്റവും കൂടുതൽ കിടിലമായിട്ട് തോന്നിയാൽ അങ്ങനെയല്ല, എല്ലാവരും അവരവരുടെ ക്യാരക്ടർ ഗംഭീരമാക്കി. ഒരാൾ നന്നായിരുന്നല്ല, എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും അവരവരുടെ ക്യാരക്ടർ വളരെ നന്നാക്കി എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? ക്ലൈമാക്സ് ആക്ച്വലി പരിപ്പിളകിയത് ക്ലൈമാക്സ് ആണ് എല്ലാ രീതിയിലും. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തതിൻ്റെ ഇരട്ടി ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നതിൽ സന്തോഷമുണ്ട്. ക്ലൈമാക്സ് ആണ് എല്ലാവർക്കും ഭയങ്കര വർക്കായെന്ന് പറയുന്നത്. ഇത്ര ഒരു ഗ്രാൻഡ് ഔട്ട് എന്തായാലും വേണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നല്ലോ. കാരണം എനിക്കറിയാലോ പോകുന്നതിൻ്റെ കണക്ക്. അതുകൊണ്ട് അതങ്ങനെ ഒരു ഇത് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഒത്തിരി കോമഡി മൂവീസ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത്ര ഗ്രാൻഡായിട്ട് ത്രൂ ഔട്ട് കോമഡി മൂവി. അതെ, അത് എന്നപ്പോൾ പറയാം, നമ്മളുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് അങ്ങനെ ഒരു സിനിമ വെച്ചാൽ വേണ്ട റിസപ്ഷൻ കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഓക്കെയാണ്, ഹാപ്പിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് കോമഡീസ് വർക്കൗട്ട് ആകും ഭയങ്കര പാടാണ്, അത്രയും കൺവിൻസിങ് ആയിട്ട്. പക്ഷേ ആ സമയത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു CID മൂസ് ഒരു കോമിക് ലെവലിൽ സാധനം കംപ്ലീറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാ ക്യാരക്ടേഴ്സും വർക്കാണല്ലേ. ഈ ഒരു മൂവി എടുക്കാനുള്ള അല്ല, ഇത് തന്നെയായിരുന്നു ആവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും കാണാൻ ഒരു സിനിമ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കുട്ടികളെ ഇത് ചെയ്തിട്ടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യൂത്ത് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടില്ല. കുട്ടികൾ, കുടുംബങ്ങൾ എന്നുള്ളത് തന്നെയായിരുന്നു. ഫാമിലീസ് കാണാൻ വേണ്ടി വരുന്ന കോമഡി പടം. അത് കുറേ കാലം ഇപ്പോൾ കോമഡി വന്നാലും കോമഡിയിൽ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു എലമെന്റ് ഉണ്ടാവും മിക്കവാറും. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സർട്ടിഫൈഡ് പടം തന്നെയായിരിക്കണം എന്നുള്ള ഡിസൈനിലുണ്ടായിരുന്നു. ഇല്ല, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ക്ലൈമാക്സ് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? നമ്മൾ അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഇല്ലേ? ഇതിനു മുമ്പ് നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്തല്ല ക്ലൈമാക്സ് നടക്കുന്നത്. അത് തന്നെ ഭയങ്കര സന്തോഷം.
എല്ലാ നമ്മൾ ആ സിനിമകളുടെ ഫാനാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ തന്നെ പ്ലാനായിരുന്നു. സിനിമ അങ്ങനെ തന്നെ ഉണ്ടാവണം, അങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ളത്. എല്ലാവരും ചിരിക്കുക, എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുന്ന പടമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റി, വീഗാലാൻഡ് റൈഡിൽ കയറാനും പറ്റി. അതൊന്നും പറ്റിയ എനിക്ക് റൈഡിലൊന്നും കയറാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളുടെ കുറേ ഡിലീറ്റഡ് കട്ട്സ് ഉണ്ട്. ആക്ച്വലി കുറേ കട്ടുകൾ നമ്മൾ കുറേ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വിനായകൻ്റെ കുറേ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ ഡിലീറ്റഡ് സീനായിട്ട് വരും. താങ്ക് യു വെരി മച്ച്. പിന്നെ പടം എല്ലാ ജനറേഷനും വർക്കാണ്, എല്ലാം വെറുത്താണ് പൈസക്ക്. പിന്നെ നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം. എല്ലാ സ്ഥലത്തും ഇറങ്ങിയിട്ടുണ്ട്. ബെസ്റ്റ് വിഷസ്. നിങ്ങൾ എൻജോയ് ചെയ്തോ? ആ, നല്ലോണം എൻജോയ് ചെയ്തു. നല്ല കോമഡി ഉണ്ട്, നല്ല ആക്ഷൻസ് ആണ്, ഷോട്ടൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഡയറക്ടർ സാർ നന്നായി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ട് പടം മൊത്തത്തിൽ പൊളിച്ചു. നിങ്ങളും അടിപൊളിയായിരുന്നു. താങ്ക് യു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളല്ലേ പറയട്ടെ. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? അല്ല പടം മൊത്തത്തിൽ അതെ അത് ഞാൻ മാത്രം കോമഡി ചെയ്യുള്ളതില്ലേ, മൊത്തത്തിൽ കലിപ്പാണ്. മൊത്തത്തിൽ ഇപ്പോൾ ഒരു വ്യൂവർ ചേച്ചിക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും മൊത്തത്തിൽ? ഡെഫിനറ്റ്ലി, ബിക്കോസ് നമുക്കൊരു ഫൺ ഓറിയൻറ്റഡ് ഫിലിമാണല്ലോ ആവശ്യം. അവൻ ഇപ്പോഴത്തെ ഒരു ടെൻസ് മോഡിലൊക്കെ ഇങ്ങനത്തെ ഒരു പടം, അതാണ് ഞാൻ പറഞ്ഞത്, പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ആ നിലയ്ക്ക് ഇതൊരു കുറച്ചൊരു ഫൺ ഫീൽഡായിട്ടാണ് എനിക്ക് തോന്നി. ഇനി നിങ്ങളാണ് പറയേണ്ടത്. അല്ല ഞാനും പിന്നെ ഞങ്ങൾ മുമ്പും ഇടുക്കി ഗോൾഡ് എല്ലാ പടത്തിലും ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടേട്ടനായിട്ടുള്ള കൊമ്പ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതി, അതാണല്ലോ. പിന്നെ പറയണോ, ഓസമല്ലേ ഇവർ, പിന്നെ ഹൈലി കാലിബേർഡ് ആക്ടറല്ലേ അവരെല്ലാവരും. അതെ, ഹോൾ ടീം ഇറ്റ്സ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ ഉറപ്പല്ലേ, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്കി കാണുന്നവർക്കും ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് സന്തോഷം. അത്രയും കലക്കൻ സിനിമ, ഫാമിലിക്കൊക്കെ പറ്റിയ സിനിമയാണ്. എനിക്കൊരു 5 വയസ്സുള്ള മകനുണ്ട്, അവനായിട്ട് ഞാനിനി വൈകുന്നേരം കാണാൻ വരുന്നുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണുക, അടിപൊളിയാണ്. അതിനൊക്കെ അവരൊക്കെ ഫാ പറ്റും. കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് പടം കണ്ടത് ഫുള്ളായിട്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു, കളർഫുൾ. അല്ല, അവിടെ നമ്മൾ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വിഷ്വൽ കാണുമ്പം പുള്ളിയുടെ ആനന്ദിന്റെ ഒരു വിഷ്വൽ മാജിക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരൊക്കെ ആയിട്ട് അത് എങ്ങനെ ഫൈനൽ ഔട്ട് വരും എന്നുള്ളൊരു. അതെ, ഞാൻ വീഗാലാൻഡിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഗാലാൻഡിൽ പോകാനും പറ്റി, ഇത് പറഞ്ഞ പോലെ ഇവരുടെ കൂടെ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രിപ്പ് പോയ പോലെ തന്നെ ആയിരുന്നു. എന്ന് രാവിലെ എഴുന്നേറ്റ് വീഗാലാൻഡിൽ പോവുക, റൈഡുകളിലൊക്കെ ഇങ്ങനെ ഓടിയതൊക്കെ അങ്ങനത്തെ. അടിപൊളിയായി, ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഔട്ട് ഓഫ് മൈ ലവ് ഫോർ ഷർഫിക്കാണ് ഈ പടത്തിലോട്ട് വന്നത് തന്നെ. ആ സമയത്ത് വേറെ പടങ്ങളൊക്കെ ആയിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് പോലെ ഷർഫിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷർഫിക്ക് ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ നമ്മൾ ചെറുതോ വലുതോ നോക്കാണ്ട് ഒന്ന് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. എവറിത്തിങ് ഈസ് ഫോർ ഷർഫിക്ക എന്ന് പറയുന്ന ഒരു ഇതാണ്. എന്തോ നല്ലതായിരുന്നു. കാരണം ഇത് കുറച്ച് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാടുണ്ടായിരുന്നു പടം. അപ്പം കുറച്ച് കട്ട് ചെയ്ത് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലാഗടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാക്സിമം അഭിനവിൻ്റെ വർക്ക് നന്നായിട്ട് തന്നെ ട്രിം ചെയ്ത് ബോറടിക്കാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന്. തെലുങ്കിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, രാജമൗലി പടമൊന്നുമില്ല, തെലുങ്കിൽ തന്നെയാണ്. ഒരു ഫിലിം തെലുങ്കിൽ ചെയ്തു, രണ്ടാമത്തെ ഫിലിം ഇപ്പോൾ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. നല്ല രസമുണ്ട്, നല്ലോണം കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള പടം. എനിക്ക് തോന്നുന്നു നമ്മൾ അധികം കാണാത്ത ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാത്ത കളേഴ്സും ഭയങ്കര രസമുള്ള ലുക്കിൻ ഫീലുള്ള പടമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര രസമാണ്. ഇത്രത്തോളം ഒരു എൻജോയ്മെന്റ് കിട്ടിയ പടം ഭയങ്കര രസമായിരുന്നു. ഷറഫൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രസമായിട്ടുണ്ട്. പിന്നെ അത്രയും നല്ല ടീമാണല്ലോ ടെക്നിക്കലി, അതിൻ്റെ ഒരു സാധനം കാണാനുണ്ട്. അവരൊക്കെ എപ്പോഴും അടിപൊളിയാണ്, അതേപോലെ തന്നെ അടിപൊളിയാണ്. അങ്ങനെ രസമായിരുന്നു. മീൻസ് കണ്ടോണ്ടിരിക്കാം, കുട്ടികളായിട്ടൊക്കെ പോയാൽ എല്ലാവർക്കും ഭയങ്കര ഒരു കാർട്ടൂൺ പോലത്തെ ഒരു പടം. അടിപൊളി, ഭയങ്കര ഹ്യൂമറസ് ആണ്, എന്റർടൈനിങ് ആണ്, വളരെ അടിപൊളിയായിരുന്നു. ബിക്കോസ് അഭിനയിച്ചത് കൊണ്ടും കണ്ടത് കൊണ്ടും എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു.
നമ്മുടെ വിനായക ചേട്ടനുമായിട്ട് വിജയരാഘവ ചേട്ടനൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഷർഫിക്കായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്? I was very scared because they are all like very well experienced, talented ആണ്. അപ്പോൾ അവിടെ കൂടെ അഭിനയിക്കാൻ ഒരു സ്മോൾ പാർട്ട് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിലൊക്കെ എങ്ങനെയാണ്? ഈ ഒരു ക്യാരക്ടറിലൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി ഷറഫ് പറഞ്ഞിട്ട് ലൈക്ക് ജയവിഷ്ണു ചേട്ടൻ അവർ വിളിക്കുകയാണ് പടത്തിലോട്ട്. അപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. വിനായക ചേട്ടനെ കൂടെ ആണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് വെരി എക്സൈറ്റഡ് ടു ഡു ആൻഡ് യാ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഇപ്പം ക്ലൈമാക്സ് ഒക്കെ എത്രത്തോളം ഇഷ്ടപ്പെടും? ക്ലൈമാക്സ് ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര എൻജോയിങ് ആയിരുന്നു. വണ്ടർലാൻഡിലോ വീഗലാൻഡിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ വി വർ ലൈക്ക് വെരി ത്രിൽഡ്. അവിടെ എല്ലാവരും ഒരുപാട് പേരുണ്ടല്ലോ. സോ വി വർ ഓൾ എക്സൈറ്റഡ്. പടം ഉണ്ടായിരുന്നു? നല്ല പടം, നല്ല എൻ്റർടൈനറായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം CID മൂവീസ് ഒരു കോമിക് പടമാണ്. നമ്മൾ ഈ ആക്ച്വലി പ്രിയദർശൻ സാറിൻ്റെ പടങ്ങളല്ലേ, ലൈഫ് റഷ് അപ്പ് കോമഡി, അതുപോലെ ഏകദേശം ആ ഒരു ഇറ്റ്സ് നൈസ്, ഇറ്റ് വാസ് നൈസ്, ഗുഡ് വാച്ചാണ്. ഷർഫിക്കയുടെ അടിപൊളിയായിരുന്നു. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫാമിലിക്കും പിള്ളേർക്കും അങ്ങനെ കാറ്റഗറി ഒന്നുമില്ല. ഇറ്റ്സ് നൈസ്, നല്ല പടമാണ്, എല്ലാവരും പോയി കാണും. ഇറ്റ്സ് റിയലി നൈസ്. കല്യാണത്തിൽ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട് മലയാളത്തിൽ? എന്നെ ഒരു പടം ഇറങ്ങാൻ പോണേ ഉള്ളത്, അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല. സോറി, ഇല്ല, അടുത്ത പടം ഷർഫിക്കയുടെ ഹീറോയിനായിട്ടാണ്. ജസ്റ്റ് ടൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അത് വരും, അതപ്പോൾ, ഇപ്പോൾ ഇല്ല. ആക്ഷൻ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് എല്ലാവരും കമന്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ കുട്ടി എന്തുകൊണ്ട് സിനിമയിലേക്ക് വരുന്നില്ല. നമുക്കും സിനിമ തന്നെയാണ് ആഗ്രഹം. അപ്പോൾ സമയം ആവണേ ഉള്ളൂ. അപ്പോൾ അത് ആ സമയത്തെ വിശേഷം. ഇന്ന് പെറ്റ് ഡിറ്റക്റ്റീവ് അല്ലേ. ഓൾ ദി ബെസ്റ്റ് എല്ലാ ടീമിനും. പടം ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് കണ്ട സമയത്ത്? ഒരു ഫാമിലി എൻ്റർടൈനർ, പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോമഡി, അഡ്വഞ്ചറസ്, ഒരു മിസ്റ്ററി ത്രില്ലർ. സ്റ്റണ്ട് അടിപൊളിയാണ്. ഗിരിരാജൻ കോഴി മേരിയുടെ കെമിസ്ട്രി സൂപ്പറാണ്. അവർക്ക് വേണ്ടി തന്നെ വന്ന് കാണുക. പിന്നെ ഷർഫിൻ്റെ സ്റ്റണ്ട്സ് കിടുവാണ്, സ്റ്റണ്ട് കിടുവാണ്. നല്ല എൻഗേജിങ് ആയിട്ട് ചെറിയ പടം, മസ്റ്റ് വാച്ചിങ് തിയേറ്റേഴ്സ്. ക്ലൈമാക്സ് ഒക്കെ എത്രത്തോളം എൻജോയ് ചെയ്തു? ക്ലൈമാക്സ് ഒക്കെ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റി? ക്ലൈമാക്സിൻ്റെ എല്ലാം നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക, ഇഷ്ടപ്പെടും. അതാണ് ക്ലൈമാക്സ്, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഓവറോൾ ദ മൂവീസ് ലൈക്ക് മസ്റ്റ് വാച്ചിങ് തിയേറ്റേഴ്സ്. CID മൂവീസ് ഒക്കെ പറഞ്ഞൊരു ഫൺ റൈഡ് ആയിട്ട് തോന്നുന്നില്ല? ഫൺ റൈഡ് ആണ് അത്, വേറൊരു ടൈപ്പ് ഫൺ റൈഡ്, ഇതും വേറൊരു ടൈപ്പ് ഫൺ റൈഡ്. സോ ഡെഫിനറ്റ്ലി വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇഷ്ടപ്പെടും. ഫാമിലി എൻ്റർടൈനർ ആണ്, എല്ലാവർക്കും കാണാം. ചേട്ടാ പടം ഉണ്ടായിരുന്നു? അടിപൊളി. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്, ചെറിയ റോൾ. നല്ല ഫാസ്റ്റ് പേസ്ഡ് ആണ്, കോമഡി, ആക്ഷൻ, അഡ്വഞ്ചർ, ത്രില്ലർ, അടിപൊളി. എന്റർടൈനർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കണ്ട സമയത്ത്? എന്താ സോറി? പക്കൊരു എന്റർടൈൻ മൂവിയാണ്. അപ്പോൾ എത്രത്തോളം ചേട്ടൻ ഇത് എന്റർടൈൻ അല്ലേ, ചേട്ടൻ എത്രത്തോളം ഇത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു, ഒട്ടും ലാഗില്ല, നല്ലപോലെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷനും കോമഡി എല്ലാ കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്, എല്ലാം സൂപ്പർ സൂപ്പർ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.